ഹായ്, ഞാൻ മയ്യിൽ പാടിക്കുന്നിലെ ഏബിൾ വില്ലേജിലാണുള്ളത്. ഏബിൾ വില്ലേജ് അതായത് ജില്ലയിലെ തന്നെ നമ്പർ 1 ഫാം ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന പരിസ്ഥിതി സൗഹൃദമായ ഒരു പ്രദേശമാണ്. ഇവിടെ എത്തിയാൽ എല്ലാ സഞ്ചാരികൾക്ക് ആവശ്യമായ എല്ലാവിധ എന്റർടൈൻമെന്റുകളും, അതോടൊപ്പം സസ്യങ്ങൾ, ജന്തുക്കൾ, മത്സ്യങ്ങൾ, കടൽ ജീവികൾ എന്നു വേണ്ട വിദേശ രാജ്യങ്ങളിലെ വിവിധതരം പക്ഷികൾ, വിവിധതരം ജന്തുജാലങ്ങൾ എല്ലാത്തിനും ഒത്തിണങ്ങിയ ഒരിടമായി മാറുകയാണ് ഏബിൾ വില്ലേജ്. വരൂ, ഏബിൾ വില്ലേജിലെ വിശേഷങ്ങളെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാം. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിലെ ആനന്ദവും ആസ്വാദനവും ഒക്കെ വളരെ അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഏബിൾ വില്ലേജ് ഇതിനൊരു ഉത്തരമാണ്. ഇവിടെ എത്തിയാൽ നമ്മുടെ മാനസിക നില അപ്പാടെ മാറ്റിമറിക്കുന്ന അത്രയും പ്രകൃതിദത്തമായ ഒരു ഇടമായി മാറിയിരിക്കുകയാണ് ഏബിൾ വില്ലേജ്. ഞാനിപ്പോൾ ഉള്ളത് ഇതൊരു പ്രകൃതിദത്തമായ കുളമാണ്. അതിനെ ഒന്ന് മിനുക്കിയെടുത്തു. അവിടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വരാൽ മത്സ്യങ്ങള്, വാള, അതുപോലെ തിലോപ്പിയ മീനുകളൊക്കെ നിറഞ്ഞ 12ഓളം കുളങ്ങളുടെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടെ ഈ മത്സ്യങ്ങളെ നമുക്ക് പിടിക്കാം, ഇതിനെ തന്നെ നമുക്ക് ഭക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതാവാം. ഇനി വിദേശ രാജ്യങ്ങളിലെ മീനുകൾ ഇവിടെ അടുത്ത് കാണാനുള്ള ആ ഒരു ഗ്ലാസ് ഹൗസിലെ മീനുകളുടെ കൂട്ടം, അതോടൊപ്പം ഒട്ടകപ്പക്ഷി, യമു, അതുപോലെ നിരവധി ഇനം തത്തകള്, അതായത് ലോകത്തെ തന്നെ ഏറ്റവും ചെറിയ പോക്കറ്റ് മങ്കി എന്ന് പറയുന്ന മങ്കികൾ, വിവിധതരം അണ്ണാനുകൾ എന്ന് വേണ്ട മൃഗങ്ങളുടെ ഒരു 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 പറുദീസ തന്നെയാണ് അത്. അതിനെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ ഈ കവുങ്ങുകൾ, തെങ്ങുകൾ, പലതരം മാവുകൾ, പച്ചക്കറികൾ, അതായത് ഏകദേശം 6-7 ഏക്കർ കണക്കിന് പ്രദേശത്താണ് ഈ ഒരു വില്ലേജ് ഒരുക്കിയിരിക്കുന്നത്. ധാരാളം സൗകര്യങ്ങൾ. ഒരിടത്തും ഏകാന്തമായി ഒരിടത്ത് വന്നിരുന്ന്
ആ ഒരു പ്രകൃതിയെ, ജലാശയത്തെ, അരുവിയെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഒരു ഒരു സുഖം, അത് ഒരുപക്ഷെ നിരവധി ഈ ഒരു ആനന്ദത്തിന് വേണ്ടിയുള്ള പാർക്കുകളും എന്റർടൈൻമെന്റ് ഏരിയകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള ഒരു ഒരു പ്രത്യേകതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു പൂമ്പാറ്റകളായാലും മീനുകളായാലും പക്ഷികളായാലും, ഇനി മുളങ്കാടുകള്, അതുപോലെ ഇനി ഇത് ഏറെ എനിക്ക് ഇഷ്ടമായ മറ്റൊരു ഏരിയയാണ് ഡൈനിങ് ഏരിയ. ഇവിടെയുള്ള ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ ശൈലിയിലുള്ള നാടൻ ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കായകള്, കപ്പ എന്ന് പറഞ്ഞ പപ്പായ, മുളക്, പയറ് ഒക്കെ ഈ ഒരു പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച് ഇവിടെ തന്നെ അത് പാചകം ചെയ്ത് സ്വാദിഷ്ടമായ ഊണാണ് ഞാൻ ഇന്ന് കഴിച്ചത്. അത് പ്രൈസ്ലെസ് ആണ്. അതിന്റെ വില എന്ന് പറയുന്നത് തുച്ഛമായ വില തന്നെയാണ് അവർ ഈടാക്കിയത്. പക്ഷെ ആ അതിന്റെ ഒരു 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 മനോഹാരിതയെ എടുത്തു പറയാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒന്ന് പറയുന്നത്. അത്രയേറെ ഹൃദ്യമായ ഭക്ഷണവും നമുക്ക് ആനന്ദവും ഏകാന്തതയും ആത്മസംതൃപ്തി നൽകുന്ന ഒരു പ്രദേശമായും ാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തില് ഒരു 10 വർഷം മുമ്പേ ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഈ ഒരു പാടി തീർത്ഥം എന്ന് പറയുന്നതിന്റെ ഒരു കാടിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ അരുവി, അതിനെ കാണാൻ ഞാൻ വന്നിരുന്നു. ആ ഒരു സ്ഥലമാണ് ഇന്ന് ആ അരുവിയെ അതുപോലെ ഒട്ടും നശിപ്പിക്കാതെ അതിനെ ഒന്നുകൂടി, അതിൻ്റെ മനോഹാരിതയെ ഒന്നുകൂടി പകിട്ടോടുകൂടി പുനഃസൃഷ്ടിച്ചാണ് ഈ ഒരു പാർക്കിനെ വിപുലപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. ഒരു പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാതെ കുന്നും മലകളും ഒക്കെ അതേപോലെ നിലനിർത്തി സസ്യങ്ങൾ കൂടുതൽ വെച്ച് പിടിപ്പിക്കുകയാണ് ഇത്. മരങ്ങൾ കൂടുതൽ വെച്ച് പിടിപ്പിക്കുകയാണ് ഇത്. ഒരു മരങ്ങളും പോയിട്ടില്ല, ഒരു കുന്നുകളും ഇവിടെ നശിച്ചിട്ടില്ല, ഒരരുവിയും ഇവിടെ ഇല്ലാതായി പോകുന്നില്ല. എല്ലാം പ്രകൃതിക്ക് ചേർന്ന് തന്നെ, പ്രകൃതി തന്നെയാണ് ഇവിടെ അതിനെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. വരൂ, നിങ്ങളും വരൂ, ഇവിടെ വന്ന് ഇതൊന്ന് അനുഭവപ്പെടുക തന്നെ വേണം. ഇത് ജസ്റ്റ് വന്നു പോകലല്ല, ഒരു ദിവസം മുഴുവൻ കണ്ടു തീർക്കാനുള്ള, പഠിക്കാനുള്ള, അതാണ് നമുക്കിപ്പം കാർഷികമായി നമുക്ക് ഏറെ അറിവുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പക്ഷികള്, ജന്തുക്കളെ കുറിച്ചൊന്നും കൂടുതലല്ല, അതിനേക്കുള്ള അറിവുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് വലിയ ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ഈ ഒരു മയ്യിൽ പ്രദേശത്ത് തന്നെ ഇത്തരം ഒരു 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 പ്രദേശം നമുക്ക് ലഭിച്ചത് ഏറെ അഭിമാനിക്കുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഹലോ, അതിൽ ചാടാൻ പറ്റും. അതെങ്ങനെയാ പറഞ്ഞത്? നോക്കണേ. ഓക്കെ ഓക്കെ.